Dear students, we are going to discuss the second module of financial accounting, that is company accounts, consist of issue of shares. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ കമ്പനി അക്കൗണ്ട്സിൻ്റെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത് കമ്പനി എന്നുള്ള വേർഡിൽ നിന്നാണ് ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ദ വേർഡ് കമ്പനി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്, രണ്ട് ലാറ്റിൻ വേർഡിൻ്റെ കോമ്പിനേഷൻസിൽ നിന്നാണ് ആക്ച്വലി ഈ കമ്പനി എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്യുന്നത്. കോം മീൻസ് ടുഗെദർ, പെന്നി മീൻസ് ബ്രെഡ്. ഈ രണ്ട് വേർഡിൻ്റെ കോമ്പിനേഷൻസിൽ നിന്നാണ് ആക്ച്വലി കമ്പനി എന്നുള്ള വേർഡ് ഡ്രൈവ് ചെയ്തത്. ആൻഡ് ദിസ് company common penny means a number of person united for carrying or anything. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ആക്ടിവിറ്റി മീൻ ചെയ്യുന്ന കോമൺ പെന്നി എന്നുള്ള രണ്ട് വേർഡിൽ നിന്നാണ് ആക്ച്വലി കമ്പനി എന്നുള്ള ടേം ഡിറൈവ് ചെയ്ത് വന്നത്. Then normally we can say that a company is a voluntary association of many person. Company is a voluntary association of many person means ഒരു കമ്പനി നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കണ്ടിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് കമ്പനി എന്ന് പറയുന്നത്. കുറച്ച് ആളുകൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ജോയിൻ ടുഗെദർ ടു അച്ചീവ് എ കോമൺ ഒബ്ജക്റ്റ് വിത്തൗട്ട് എനി വോളണ്ടറി ഓർ വിത്തൗട്ട് എനി കമ്പൽഷൻ ഫ്രം ദി പാർട്ട് ഓഫ് അനദർ പേഴ്സൺസ്. മറ്റുള്ള വ്യക്തികളുടെ ആരുടെയും കമ്പൽഷനില്ലാതെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സ്വന്തം താല്പര്യങ്ങളോട് കൂടെ ആക്ച്വലി പുറത്തിറങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ആക്ച്വലി എന്ന് പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനീനെ ഒരു വോളണ്ടറി അസോസിയേഷൻ ആണെന്ന് പറയാൻ പറ്റും. കമ്പനീസ് ആക്ട് പ്രകാരം ഒരുപാട് ഡെഫിനിഷൻസ് കമ്പനീനെ കുറിച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. A company is an artificial person created by law with perpetual succession and a common seal. അതായത് ഈ ഒരു ഡെഫിനിഷനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് ഒരു കമ്പനി എന്നുള്ള പേരിൽ നമുക്ക് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ പോലെ കാണുന്ന ഒന്നല്ല, ആക്ച്വലി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതേസമയം തന്നെ ലോ ക്രിയേറ്റ് ലീഗലി അപ്രൂവ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത് കമ്പനി എന്ന് പറയുന്നത്. പെർപെച്വൽ സക്സഷൻ, അതായത് ഒരു അതിലുള്ള മെമ്പേഴ്സിൻ്റെ മരണം പോലും ഒരിക്കലും ആ കമ്പനീനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ലീഗൽ റൂൾസ് ഓക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ നിന്നുകൊണ്ട് തന്നെ കമ്പനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു കമ്പനി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പെർപെച്വൽ സക്സഷൻ എന്ന് പറയാം. ആൻഡ് എ കോമൺ സീൽ, കമ്പനീൻ്റെ നെയിമിൽ തന്നെ എന്തുണ്ടായിരിക്കും, ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ആ സീലിൻ്റെ ബേസിലാണ് ഒരു കോമൺ ആയിട്ടുള്ള നോളജോട് കൂടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പനി ഫോളോ ചെയ്തു പോകുന്നത്. സോ അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് ഹാനെ, എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അപ്പോൾ കമ്പനി എന്താണ്, മീനിങ് എന്താണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ദ വേർഡ് കമ്പനി ഈസ് എ കോമ്പിനേഷൻ ഓഫ് two words, that is com and penny, and company is an artificial person and a group of person and a number of person joined together, voluntarily joined together. ആരെയും നിർബന്ധിക്കാതെ ആരുടെയും താല്പര്യത്തിനല്ലാതെ സ്വയം ഇനീഷ്യേറ്റീവ് എടുത്ത് പുറത്ത് വന്ന് കുറച്ച് ആളുകൾ കൂടി ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ലീഗൽ ആക്ടിവിറ്റീസിലൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത് കമ്പനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ കമ്പനീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ലോട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റിംഗ് ടു എ കമ്പനി. ദ ഫസ്റ്റ് characteristics of a company is a voluntary association of many persons. We already mentioned a company is started by many persons without any intention, without a compulsion from the part of others. ഒരിക്കലും മറ്റു വ്യക്തികളുടെ കമ്പൽഷനെ കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വോളണ്ടറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ആക്ച്വലി എന്താ പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ഫോക്കസ് ഓൺ ദി വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. ആൻഡ് സെക്കൻഡ് characteristics is separate legal existence apart from its members.
കമ്പനിയിൽ നമുക്കറിയാം, കമ്പനിയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുക, നമ്മൾ പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സാണ് ഉണ്ടാവുക. സോൾ പ്രൊപ്രൈറ്ററിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ബിസിനസ് ഡീൽ ചെയ്യുന്നത്. അതേസമയം കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സാണ് ഉണ്ടാവുക. കമ്പനി ഷെയർസ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സൊക്കെയാണ് ഈ കമ്പനീൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ ഈ കമ്പനീൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ഒരു ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആയിരിക്കും. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതായത് കമ്പനീൻ്റേതായിട്ടുള്ള നെയിമിലും ലോ പ്രകാരം ആണ് എന്ത് ചെയ്യുന്നത്, ഇത് മുന്നോട്ട് പോകുന്നത്. ആൻഡ് പെർപെക്ച്വൽ സക്സഷൻ, we already mentioned there should be a continuous existence of the company. കമ്പനിക്ക് എന്തുണ്ടായിരിക്കും, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും. കമ്പനിയിലുള്ള മെമ്പേഴ്സിൻ്റെ മരണമോ ഷെയർ ഹോൾഡേഴ്സ് വിഡ്രോ ചെയ്ത് പോകുന്നതോ പുതിയ ഷെയർ ഹോൾഡേഴ്സ് വരുന്നതോ ഇതൊന്നും എന്തില്ല കമ്പനീൻ്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ലീഗൽ റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനീന് എന്തുണ്ടായിരിക്കും, അത് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദെൻ ഇറ്റ്സ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഒരിക്കലും ഒരു വ്യക്തിൻ്റെ രൂപത്തിൽ ഒരിക്കലും നമുക്ക് കമ്പനീനെ കാണാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നമുക്ക് ആ ഒരു കമ്പനീൻ്റെ പേരിൽ ABC കമ്പനി, ദെൻ പ്രൈവറ്റ് ഏത് കമ്പനി ആവട്ടെ, ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ നെയിമിൽ നമ്മൾ കാണുമ്പോൾ കമ്പനീൻ്റെ പേരിൽ ഒരു വ്യക്തിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. പക്ഷെ അതേസമയം ലോ എക്സിസ്റ്റ് ചെയ്യുന്ന ലീഗലി അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി നിലനിൽക്കുന്നുണ്ടായിരിക്കും. ദ ലാബിലിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇസ് ലിമിറ്റഡ്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ഇസ് ദ ലാബിലിറ്റി ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഇസ് ലിമിറ്റഡ്. നോർമലി വി ക്യാൻ സേ ദാറ്റ് സോൾ പ്രൊപ്രൈറ്റേഴ്സ്, ഒരു ബിസിനസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബേസിലാണ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ അതിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ലാബിലിറ്റി അൺലിമിറ്റഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അൺലിമിറ്റഡ് ആണ് പാർട്ട്ണർഷിപ്പ് സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനീൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്തമില്ല, ലാബിലിറ്റി സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു കമ്പനിക്ക് ലീഗലി വരുന്ന ഏതൊരു രീതിയിലുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും അത് സഫർ ചെയ്യേണ്ടത് കമ്പനി മാത്രമാണ്, അല്ലാതെ കമ്പനിയിലെ മെമ്പേഴ്സല്ല. മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ ലാബിലിറ്റി, പേഴ്സണലി ഉള്ള അവരുടെ വെൽത്ത് ഒരിക്കലും കമ്പനീൻ്റെ ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് എത്രയാണോ അവർ കമ്പനീൻ്റെ മേലുണ്ടാകുന്ന ഷെയർ, ആ ഷെയറിൻ്റെ പേയ്മെൻറ്റ് നൽകുക എന്നുള്ള ലാബിലിറ്റി മാത്രമേ എന്തുള്ളൂ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്നുള്ളൂ. ദെൻ കോമൺ സീൽ, കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനീൻ്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ പേരിലാണ് എല്ലാവിധ കോൺട്രാക്റ്റുകളും എൻട്രി ചെയ്യുന്നത്. പിന്നീട് ആ കമ്പനി ഒരിക്കലും എന്താവുന്നില്ല. ദെൻ നെക്സ്റ്റ് ടേം ഇസ് it's managed by board of directors. Every company is managed by board of directors. കമ്പനീൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഡെസിഷൻസ് എടുക്കുന്നതും സ്ട്രാറ്റജീസ് ഫ്രെയിംവർക്ക് ചെയ്യുന്നതും ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരിക്കും. ഈ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അവരെ പ്രൊമോട്ടർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് അവരെന്തായി മാറും, അവരുടെ കയ്യിലുള്ള ഷെയറിനനുസരിച്ചിട്ട് അവരെന്തായി മാറും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള പേരിലേക്ക് അറിയപ്പെടും. ദെൻ കമ്പനീൻ്റെ മാനേജ് ചെയ്യുന്നതും അതിൻ്റെ ഡെസിഷൻസ് എടുക്കുന്നതും സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. ആക്ച്വലി അവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഷെയർസ് ഓഫ് ദി കമ്പനി ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫറബിൾ. കമ്പനീൻ്റെ ഷെയർസിനെ ഒരു കമ്പനീൻ്റെ ഷെയർസിനെ ഫ്രീലി വൺ ഹാൻഡിൽ നിന്ന് മറ്റൊരു ഹാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദ പ്രൈവറ്റ് കമ്പനി മസ്റ്റ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ₹1 lakh ആൻഡ് എ പബ്ലിക് കമ്പനി മസ്റ്റ് ഹാവ് എ ക്യാപിറ്റൽ ഓഫ് ₹5 lakh. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് നമ്മൾ പഠിക്കുന്നത്. അതിൽ പ്രൈവറ്റ് കമ്പനി ഉണ്ടായിരിക്കും, പബ്ലിക് കമ്പനി, 1 person കമ്പനി, ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള കമ്പനീസ് ഉണ്ടായിരിക്കും. പിന്നെ നോർമലി നമ്മൾ മെൻഷൻ ചെയ്ത് പോകുന്നത് പ്രൈവറ്റ് കമ്പനീസും പബ്ലിക് കമ്പനീസുമാണ്. അതായത് ഗവൺമെൻറ് അപ്രൂവലോട് കൂടെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടെ രജിസ്റ്റർ ചെയ്ത് വരുന്ന കമ്പനീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക. അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കമ്പനീസ് എന്തൊക്കെ ആയിരിക്കണം, പ്രൈവറ്റ് കമ്പനി എന്താണ്, പബ്ലിക് കമ്പനി എന്താണെന്നുള്ളതൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എനിവേ പബ്ലിക് കമ്പനീൻ്റെ ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ പ്രൈവറ്റ് കമ്പനീൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരിക്കണം, മിനിമം 1 lakh ഉണ്ടായിരിക്കണം. അതേസമയം ഒരു പബ്ലിക് കമ്പനീൻ്റെ ക്യാപിറ്റൽ 5 lakh അതിൽ കൂടുതലോ ആണ് മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ആ കമ്പനി
ആ കമ്പനീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ആ ബിസിനസ്സിലേക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക. അപ്പം നമ്മൾ സോൾ പ്രൊപ്രൈറ്റർ ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓൺ എമൗണ്ടാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അവർ ഷെയർ ചെയ്തിട്ടാണ് ബിസിനസ്സിൽ ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുക. പക്ഷെ അതേസമയം ഒരു കമ്പനിയാണെങ്കിൽ കമ്പനീൻ്റെ ഷെയർസ് മാർക്കറ്റിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിൽ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത്. ഈ ക്യാപിറ്റലിനെ നമ്മൾ എന്താ വിളിക്കുക, ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പേരിലാണ് വിളിക്കുക. ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം മിനിമം 1 lakh എങ്കിലും ഉണ്ടായിരിക്കണം. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ആ പബ്ലിക് കമ്പനീൻ്റെ ഷെയർസ് എന്ന് പറയുന്നത് 5 lakh ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഇൻ ഷോർട്ട്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി are voluntary association of many persons, separate legal existence apart from its members, perpetual succession, artificial person created by law, the liability is limited, common seal, and it is managed by board of directors. The shares of the company can be freely transferable. If we start a private company, we can accumulate the 1 lakh rupee as a paid up capital. If we start a public company, it should accumulate 5 lakh of paid up capital. Okay. ദെൻ ഒരു കമ്പനി ഡീൽ ചെയ്യുമ്പോൾ ആ കമ്പനി ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരു കമ്പനിയിലേക്ക് വരുന്ന എല്ലാ റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യപ്പെടണം. അതേപോലെ തന്നെ സെയിൽസ് നടത്തുന്നതും പർച്ചേസ് ചെയ്യുന്നതും, പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ, സെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രണ്ടും നോക്കിയിട്ട് അതും എന്ത് ചെയ്യണം, നമ്മൾ നോർമലി ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യണം. ആൻഡ് ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദി കമ്പനിയിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസും എന്ത് ചെയ്യുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ബൈ എ കമ്പനി ആർ മെയിൻലി concentrated into 3 areas, that is all receipts and expenditure taken place, all sales and purchase of goods of a company, and all assets and liabilities of a company. Then we are move on to the what is share capital, what is share. So share capital is the amount of money raised by the company through the issue of shares. നോർമലി നമ്മൾ പല ടൈപ്പ് ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കണ്ടിട്ടുണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലുള്ള ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ ബിസിനസ് കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ നമ്മൾ സിംഗിൾ എൻഡ് സിസ്റ്റം ഫോളോ ചെയ്ത സമയത്തൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും, ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർ അയാളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അയാളുടെ ഓൺ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ക്യാഷാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ പാർട്ട്നേഴ്സ് ഈക്വലി അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി ആണ് അവരുടെ എന്ത് ചെയ്യുന്നത്, അവർ അതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേസമയം ഒരു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഇവിടെ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ആവശ്യമായ ബിസിനസ്സിന് ആവശ്യമായി റണ്ണ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ എമൗണ്ട് കളക്ട് ചെയ്യേണ്ടി വരും. ഈ എമൗണ്ട് നോർമലി കളക്ട് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്ത് കമ്പനി എൻഫോഴ്സ് ചെയ്ത് ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്തതിന് ശേഷം കമ്പനീൻ്റെ ഷെയർസ് പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടാണ്. അതായത് കമ്പനീൻ്റെ ഷെയർസ് പബ്ലിക്കിലേക്ക് കൊടുത്തതിന് ശേഷം അതിലൂടെ എമൗണ്ട് കളക്ട് ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ഒരുപാട് ആളുകൾ കമ്പനീൻ്റെ ഷെയർസ് ആക്സെപ്റ്റ് ചെയ്യും. ഈ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ ഷെയർ ഹോൾഡർ എന്നാണ് വിളിക്കാം. ഈ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ബേസിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും പബ്ലിക് കമ്പനി ആണെങ്കിലും എന്ത് ചെയ്യുക, റൺ ചെയ്യുക. പ്രൈവറ്റ് കമ്പനീസ് നോർമലി പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യാറില്ല. അതേസമയം പബ്ലിക് കമ്പനി ആണെങ്കിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത്. സോ എ കമ്പനി ഹാസ് certain share capital. This share capital is an amount of money raised by the company through the issue of shares. Normally, the amount of share capital can be collected by the board of directors through issue of shares. In other words, the amount of money contributed or invested by the shareholder of a company. അതായത് ഒരു കമ്പനിയിലേക്ക് ഷെയർസിനെ അക്യുമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർസ് ആക്സെപ്റ്റ് ചെയ്യുന്ന പബ്ലിക്കിൽ നിന്ന് വരുന്ന ആ ഒരു വ്യക്തികളാണ് ആക്ച്വലി എന്ത് വിളിക്കാം, ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഹോൾഡ് ചെയ്തിരിക്കുന്ന കയ്യിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന എത്ര ഷെയർസ് ഉണ്ടോ അതിൻ്റെ പ്രപ്പോർഷനായിട്ട് അനുസരിച്ചിരിക്കും അവർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവുന്നതും അവർ ബോർഡിൽ സുപ്പീരിയർ അതോറിറ്റി ആയി മാറുന്നതും. ഇപ്പം CEO, ദെൻ നമ്മൾ കേൾക്കാറുണ്ട് മാനേജിങ് ഡയറക്ടർ,
ദെൻ മാനേജർ, ജനറൽ മാനേജർ, ഇങ്ങനെ പല പദവിയിലിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവരൊക്കെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത് ആക്ച്വലി അവരുടെ കയ്യിലുണ്ടാകുന്ന ഷെയർസിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ്. പിന്നീട് അവർക്ക് കിട്ടുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് നോർമലി നമുക്കറിയാം പ്രോഫിറ്റ് ആയിരിക്കില്ല. പ്രോഫിറ്റ് ആസ് എ പാർട്ട് ഓഫ് ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എന്നുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സോ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു കമ്പനീനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ കമ്പനീൻ്റെ പേരിലുള്ള ഷെയർസിനെ പബ്ലിക്കിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ഓരോ ഷെയർ ഹോൾഡേഴ്സിനെ കളക്ട് ചെയ്യും. ഈ ഒരു ടോട്ടൽ ക്യാപിറ്റലിനാണ് ഓരോ ആളുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ടോട്ടൽ ക്യാപിറ്റലിനാണ് ആക്ച്വലി എന്ത് വിളിക്കുക, ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ഈ ഷെയർ ക്യാപിറ്റൽ ആരിൽ നിന്നാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത് ആ വ്യക്തികളെ ആക്ച്വലി എന്ത് വിളിക്കും, ഷെയർ ഹോൾഡർ എന്നുള്ള പേരിൽ വിളിക്കും. ദെൻ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പല മെത്തേഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, പല ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റേസ് ആസ് പെർ ഇറ്റ്സ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. Every company should prepare on the basis of there are main documents that is connected to the company, that is related to the formation of a company, that is memorandum of association, articles of association and prospectus. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിയുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്, 2 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്, മൂന്നാമത്തത് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് നോർമലി പബ്ലിക് കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. എന്നാൽ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്, പബ്ലിക് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ എത്ര എമൗണ്ട് ആണോ ഒരു കമ്പനി ടോട്ടൽ ക്യാപിറ്റലായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ of a company that is authorized by the memorandum of association is called registered capital or nominal capital. ഈ ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണോ ആ കമ്പനി റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓൾറെഡി ആസ് പെർ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ എത്ര എമൗണ്ട് ആണോ പറഞ്ഞിരിക്കുന്നത് അതിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നുള്ളത് ആസ് എ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് ആൻഡ് വിച്ച് ഇസ് ആക്ച്വലി ഓഫർ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അതായത് സപ്പോസ് ഒരു 10 lakh ഷെയർസ്, 10 lakh ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും 10 lakh എമൗണ്ട് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ 10 lakhൽ നമുക്കൊരു 9 lakh ആണ് നമ്മൾ പബ്ലിക്കിൽ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 9 lakh പബ്ലിക്കിലേക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാപിറ്റലിനാണ് ആക്ച്വലി എന്ത് വിളിക്കുക, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അതായത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഭാഗം തന്നെയാണ് അത്, പബ്ലിക്കിലേക്ക് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നുള്ള ടേമിൽ വിളിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ദോസ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഭാഗം തന്നെയാണ്. ദെൻ ഇറ്റ് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. എത്ര എമൗണ്ട് ആണോ ഈ ഒരു കമ്പനീൻ്റെ ഷെയർസ് പബ്ലിക്കിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടത്, പബ്ലിക്കിൽ നിന്ന് ആരൊക്കെയാണോ എമൗണ്ട് ആക്സെപ്റ്റ് ചെയ്തത് ഈ ഒരു ടോട്ടൽ ക്യാപിറ്റലിൻ്റെ, അതിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അതായത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ തൊട്ട് മുന്നേയുള്ള സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് നോട്ട് കോൾഡ് അപ്പ് ബൈ ദ കമ്പനി, ഐ മീൻ വിച്ച് ഇസ് കോൾഡ് അപ്പ് ബൈ ദി കമ്പനി. ഒരു കമ്പനി എത്രയാണോ, അപ്പോൾ അതായത് 1000 ഷെയർസാണ് ഒരാൾ, 1000 rupeesൻ്റെ ഒരു ഷെയറാണ് ഒരാൾ കയ്യിലെങ്കിൽ അത് മുഴുവൻ എമൗണ്ടും ഒരിക്കലും ആ ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കില്ല, ഭാഗമായിട്ടാണ് കൊടുക്കുക. സപ്പോസ് ഒരു കമ്പനി കോൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അയാളോട് പേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 700 rupees ആണെങ്കിൽ ആ 700നെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, കോൾഡ് അപ്പ് എന്ന് വിളിക്കുക. അതിൻ്റെ റിമൈനിങ് പോർഷൻ ഉണ്ടല്ലോ, അതായത് 300, ഈ 700ഉം 300ഉം കൂടുമ്പോഴാണല്ലോ 1000 ആവുന്നത്. സോ ഈ 700 rupeesനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നും വിളിക്കാത്ത പോർഷൻ ഉണ്ടല്ലോ, അൺകോൾഡ് പോർഷൻ ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് വിളിക്കുക, അൺകോൾഡ് ക്യാപിറ്റൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ്, അതേസമയം തന്നെ കമ്പനിയിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന് കമ്പനി ഇൻവൈറ്റ് ചെയ്ത എമൗണ്ട് കൂടിയാണ്.
Then paid up capital. Paid up capital is that part of called up capital which has actually been paid by the shareholder. 700 ഷെയർസ് ഒരു വ്യക്തിനോട് അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറോട് 700 ഷെയർസിൻ്റെ എമൗണ്ട് മീൻസ് 700 എമൗണ്ട് നിങ്ങൾ പേ ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ കമ്പനി കോൾ ചെയ്യും. അതിൽ എത്ര എമൗണ്ടാണ് കമ്പനിക്ക് ഷെയർ ഹോൾഡർ കൊടുത്തിരിക്കുന്നത് ആ എമൗണ്ടിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. സോ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ആക്ച്വലി ബീൻ പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡർ. And last one is reserve capital. Reserve capital is that part of uncalled capital which cannot be called up by the company except in the event of winding up. Reserve capital is that part of uncalled capital. നമ്മൾ പറഞ്ഞു 300 ഷെയർസ് 300ൻ്റെ എന്ന എമൗണ്ട് കമ്പനി കൊടുത്തിട്ടില്ല, കമ്പനിക്ക് പബ്ലിക് കൊടുത്തിട്ടില്ല, പബ്ലിക്കിൽ നിന്നുള്ള ഒരു ഷെയർ ഹോൾഡർ. സോ ഈ ഒരു പോർഷനെയാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. ദെൻ വിച്ച് കനോട്ട് ബി കോൾഡ് അപ്പ് ബൈ ദ കമ്പനി. കമ്പനി ഒരിക്കലും പിന്നീട് അത് എന്ത് ചെയ്യുന്നില്ല, കോൾ ചെയ്യുന്നില്ല. ദെൻ എക്സെപ്റ്റ് ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ റിസർവ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. സോ ഇത്രയാണ് ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കിയേ. കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഇസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഇസ് മെൻഷൻ ഇൻ ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. Then issued capital. Issued capital is those part of authorized capital which is subscribed for the public. പബ്ലിക്കിന് എത്രയാണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, പബ്ലിക്കിന് എത്രയാണോ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ എത്ര പോർഷനാണോ ഷെയർ ഹോൾഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ എത്രയാണോ കമ്പനി കോൾ ചെയ്തിരിക്കുന്നത് അതിന് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനി റിമൈനിങ് പോർഷൻ ഉണ്ട്, വിളിക്കാത്തൊരു പോർഷൻ ഉണ്ട്, അതിനെയാണ് അൺകോൾഡ് എന്ന് വിളിക്കുക. ഇതിന് ഈ ഒരു കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണോ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിരിക്കുന്നത് അതിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇതിന് അൺപെയ്ഡ് പോർഷൻ ഉണ്ട്, ഇതിൻ്റെ അൺപെയ്ഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്. ഈ പോർഷനെ കമ്പനി നോർമലി പിന്നീട് കോൾ ചെയ്യുന്നത് വൈൻഡിങ് അപ്പിൻ്റെ, കമ്പനി പൂട്ടുന്ന സമയത്ത് വൈൻഡിങ് അപ്പിൻ്റെ ഏതെങ്കിലും രീതിയിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്ന ഈ ഒരു ക്യാപിറ്റലിൻ്റെ ടേമിലേക്ക് നമ്മൾ മാറുന്നത്. ഓക്കെ. ദെൻ ഷെയർ ക്യാപിറ്റലിന് മറ്റൊരു രീതിയിലും എന്ത് ചെയ്യാറുണ്ട്, ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഷെയർ ക്യാപിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ means equity share capital is an amount of capital raised by the company through the issue of equity shares. മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനീൻ്റെ ഷെയർസ് പല മെത്തേഡിൽ പല രീതിയിലുള്ള ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യാറുണ്ട്. അതിൽ ഇക്വിറ്റി ഷെയർസും ഇഷ്യൂ ചെയ്യും, പ്രിഫറൻസ് ഷെയർസും ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി റേസ് ചെയ്യുന്ന ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. രണ്ട് മെത്തേഡ് ഓഫ് ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യും. അതിലൊന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ആണ്, രണ്ടാമത്തത് പ്രിഫറൻസ് ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഷെയർ ക്യാപിറ്റലിനെ ആക്ച്വലി എന്ത് വിളിക്കും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. അതേസമയം പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ക്യാപിറ്റൽ കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി പറയാം. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ. ദെൻ നോക്കിയേ, ഷെയർസ് എന്താണ്, നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. ഷെയർ ഇസ് ദ ഷെയർ ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. വി ക്യാൻ സേ ദാറ്റ് simply we can say that share is the share of the share capital of a company. ഒരു കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റലിനെ വിവിധ ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഒരു ഭാഗത്തിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക, ഷെയർ എന്ന് വിളിക്കുക. അതായത് 1000 ഷെയർസിന് ഒരു 10 lakh ഷെയർസാണ്, ഷെയർ ക്യാപിറ്റലാണ് ഒരു കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ ഈ 10 lakh ഷെയർസിനെ 1000 ഷെയർസ്, അതായത് ഒരു ഷെയറിന് 1000 രൂപ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ലാസിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ 1000 രൂപൻ്റെ ഒരു ഷെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുക. സോ ഷെയർ ഇസ് ദ ഷെയർ ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനീൻ്റെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗത്തിനെയാണ് ആക്ച്വലി
ഷെയർ എന്ന് വിളിക്കാം. ഈ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളെയാണ് എന്ത് വിളിക്കുക? ഷെയർ ഹോൾഡർ എന്ന് വിളിക്കാം. So the capital of a company is divided into small equal part. Each unit is called as a share. And the person who buy the share of a company is called a shareholder. According to section 284 of the Companies Act 2013, share means a share in the share capital of a company and include stock. 2013 ആക്ട് പ്രകാരം പറയുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ് ഷെയർ എന്ന് പറയുന്നത്. ഈ ഷെയർ ക്യാപിറ്റൽ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? സ്റ്റോക്ക് എന്നുള്ള ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്താണ് ഈ സ്റ്റോക്ക് എന്നുള്ള ടേം കൂടി നമുക്ക് നോക്കാം. എ സെറ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് പുട്ട് ടുഗെദർ ഇൻ എ ബണ്ടിൽ ഈസ് കോൾഡ് ആസ് എ സ്റ്റോക്ക്. നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റലിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു ക്യാപിറ്റൽ എന്ത് ചെയ്യാറില്ല, പെയ്ഡപ്പ് ഷെയർസ്, കോൾഡപ്പ് ഷെയർസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈ ഫുള്ളി പെയ്ഡപ്പ് അതായത് 1000 ഷെയർസിൻ്റെ 1000 റുപ്പീസിൻ്റെ ഷെയർസാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തതെങ്കിൽ അതിൻ്റെ ഫുൾ എമൗണ്ട് പബ്ലിക്കിൽ നിന്ന് കമ്പനി കളക്ട് ചെയ്തതിൻ്റെ ബണ്ടിലിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക? സ്റ്റോക്ക് എന്ന് വിളിക്കുക. സോ സ്റ്റോക്ക് ഈസ് ദ കളക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ദാറ്റ് ഷുഡ് ബി ഫുള്ളി പെയ്ഡപ്പ്. ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസിലായിരിക്കും എന്തുണ്ടാവുക? സ്റ്റോക്ക് ഉണ്ടായിരിക്കാം. സോ പാർട്ട്ലി ഷെയർസ് മേ ബി പാർട്ട്ലി പെയ്ഡപ്പ് ഓർ ഫുള്ളി പെയ്ഡപ്പ്. ഷെയർസ് എന്തുണ്ടായിരിക്കും? പാർട്ട്ലി പെയ്ഡപ്പ് ഉണ്ടായിരിക്കും, ഫുള്ളി പെയ്ഡപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റോക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? പാർട്ട്ലി പെയ്ഡപ്പ് ഉണ്ടാവില്ല. എപ്പോഴും ഫുള്ളി പെയ്ഡപ്പ് എന്നുള്ള ടേമിനാണ് ഉണ്ടായിരിക്കാം. ദെൻ ഈ ഒരു ഫുള്ളി പെയ്ഡപ്പ് ഷെയർസിനെയാണ് നോർമലി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. ഷെയർസ് ആൻഡ് ഇഷ്യൂഡ് ഇൻ ഫ്രാക്ഷൻ. ഈ ഷെയർസിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് ചെറിയ ഭാഗങ്ങളായിട്ടും ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ സ്റ്റോക്കിനെ ഒരിക്കലും ഫ്രാക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് ഫുള്ളി ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊന്ന് നോക്കിയ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഷെയർസ്. സ്റ്റോക്കും ഷെയർസും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഷെയർ എന്ന് പറഞ്ഞാൽ ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്. ഈച്ച് യൂണിറ്റ് ഈസ് കോൾഡ് ആസ് എ ഷെയർ. ഒരു ഷെയർ എന്ന് പറയുമ്പോൾ കമ്പനീൻ്റെ ക്യാപിറ്റലിനെ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. ടോട്ടൽ ക്യാപിറ്റലിനെ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തിന് അതിലൊരു ഭാഗത്തിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക? ഷെയർ എന്ന് വിളിക്കുക. എന്നാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് പുട്ട് ടുഗെദർ ഇൻ എ ബണ്ടിൽ ഈസ് കോൾഡ് ആസ് എ സ്റ്റോക്ക്. Its fully paid up shares can be converted into a bundle. That bundle is known as a stock. Okay. Then it may be partly. Shares is partly paid up or fully paid up. Shares എന്തുണ്ടായിരിക്കും? പാർട്ട്ലി പെയ്ഡ് അപ്പ് ഉണ്ടായിരിക്കും, ഫുള്ളി പെയ്ഡ് അപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റോക്ക് എപ്പോഴും എന്തായിരിക്കും? ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കും. Then it cannot be issued in fraction. Already mentioned shares can be issued in fraction. ഷെയർസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രാക്ഷനായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ടേമിനെ ഫ്രാക്ഷനായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ദെൻ പബ്ലിക്കിന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റോക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് ബി ഡയറക്റ്റ്ലി ഇഷ്യൂ ടു ദ പബ്ലിക്. സ്റ്റോക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി ആയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതിന് നോമിനൽ വാല്യൂ ഉണ്ടാവില്ല. സ്റ്റോക്കിന് നോമിനൽ വാല്യൂ ഉണ്ടാവില്ല, അതേസമയം ഷെയറിന് നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇക്വിറ്റി ഷെയർസ് എന്താണ്, പ്രിഫറൻസ് ഷെയർസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ഡു നോട്ട് ഹാവ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. മീൻസ് നമുക്കറിയാം നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതല്ല ആ ബിസിനസ്സിന് വന്നു ചേരുന്ന പ്രോഫിറ്റ് സോൾ പ്രൊപ്പറൈറ്റർ ആണെങ്കിൽ അയാൾ സ്വയം അത് എൻജോയ് ചെയ്യുന്നു. പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അതേസമയം ഒരു കമ്പനി ആവുമ്പോൾ ആ കമ്പനീൻ്റെ ഉണ്ടാവുന്ന പ്രോഫിറ്റിന് അതിലെ ഷെയർ ഹോൾഡേഴ്സിന് അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് കൊടുക്കുക ചെയ്യാം. ഈ എമൗണ്ടിനെയാണ് ആക്ച്വലി എന്ത് വിളിക്കുക? ഡിവിഡൻഡ് എന്ന് വിളിക്കുക. ഈ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് ഒരു കമ്പനിയിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ടാവുകയാണെങ്കിൽ അവരിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കും. ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം
മാത്രമേ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ദെൻ അതേപോലെ തന്നെ വൈൻഡിങ്, ഒരു കമ്പനി ഏതെങ്കിലും ലീഗൽ ആക്ടിവിറ്റീസിനെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഷെയർ ക്യാപിറ്റൽ എല്ലാം തിരിച്ചു കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും എത്രയാണോ അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കുമല്ലോ, അവരുടെ ഓണർഷിപ്പിലുള്ളതാണല്ലോ. സോ ഈ സമയത്ത് ഷെയർ ക്യാപിറ്റൽ തിരികെ നൽകുന്ന സമയത്തും വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക ആർക്കാണെന്നറിയോ, കമ്പനീൻ്റെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. സോ ഇത് രണ്ടും എൻജോയ് ചെയ്യാത്ത ഒരു കാറ്റഗറിയിലുള്ള ഷെയർ ഹോൾഡേഴ്സാണ് ആക്ച്വലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ഡു നോട്ട് ഹാവ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. And dividend on those shares will be paid only after paying to the preference shareholders, and at the winding up of the sum, the same matters, equity shareholders will be paid last after considering the preference shareholders. preference shareholdersനെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് തിരികെ നൽകുന്നുള്ളൂ. ദെൻ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രിഫറൻസ് ഷെയർ പേരിൽ നിന്ന്, ദ നെയിം ഇറ്റ്സെൽഫ് വി ക്യാൻ ക്ലിയർ ദാറ്റ് ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ സർട്ടൻ പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പം, ഈ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. ആ 2 പ്രിഫറൻഷ്യൽ റൈറ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഡിവിഡൻഡ് കിട്ടുന്ന സമയത്താണ്. ഡിവിഡൻഡ് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുക. ദെൻ അതിനുശേഷം പിന്നീട് ആർക്കാണ് കൊടുക്കുക, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് പിന്നീടാണ് കൊടുക്കുക. അതേപോലെ തന്നെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ തിരികെ നൽകുമ്പോൾ, ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ക്യാപിറ്റൽ തിരികെ നൽകുമ്പോൾ ആദ്യം അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ദെൻ അതിനുശേഷം ആണ് എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ കൊടുക്കുക, ക്യാപിറ്റൽ കൊടുക്കുക. ഇനി സപ്പോസ് നമ്മൾ ബിസിനസ്സിൽ ഇനി കമ്പനി റൺ ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്തു, അതിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് കൊടുത്തു, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റിൻ്റെ ഭാഗം കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇല്ല എന്ന് വയ്ക്കുക, ഇല്ലെങ്കിൽ അവർക്ക് കിട്ടില്ല, അവർക്ക് കൊടുക്കില്ല. പക്ഷേ അവർക്കത് ആ ഒരു ഡിവിഡൻറ്റിൻ്റെ പ്രൊപ്പോർഷൻ അവർക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അവർക്ക് എന്തുണ്ട്, കമ്പനീനെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് റൈറ്റ് ഉള്ളതും റിയൽ ഓണേഴ്സായിട്ട് പരിഗണിക്കുന്നതും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ആക്ച്വലി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദി റിയൽ ഓണേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനീൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. ഓക്കെ, ഇത് നോക്കിയ ടൈപ്സ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഈ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പല കാറ്റഗറീസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. Arrears of the dividend are carried forward and paid out of the profit of the subsequent years. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. എന്താണ് ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് നമുക്ക് നോക്കാം. The arrears of the dividend are carried forward and paid out of the profit of the subsequent years. അതായത് ഒരു കമ്പനി ഈ വർഷം ആ കമ്പനീൻ്റെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് അവർക്ക് പ്രോഫിറ്റ് ഇല്ല. അങ്ങനെയുള്ള ആ ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഷെയർ ഹോൾഡർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഉണ്ടാവില്ല, ഡിവിഡൻഡായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കമ്പനീൻ്റെ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തത് എങ്കിൽ അവർക്ക് എല്ലാ വർഷവും ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ്, സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൊടുത്തിരിക്കണം എന്നുള്ളത് എന്താണ്, മസ്റ്റാണ്. സോ ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റിൻ്റെ പ്രപ്പോർഷൻ അരിയറായിട്ട് കൺസിഡർ ചെയ്യും. അരിയറായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം കിട്ടാത്ത ഡിവിഡൻറ്റിൻ്റെ പ്രപ്പോർഷൻ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യും, നീക്കി വയ്ക്കും. ദെൻ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ 20% ആണ് അവർക്ക് പ്രോഫിറ്റ് ഈ വർഷം കൊടുക്കാനുള്ളതെങ്കിൽ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഈ 20% കൂടി പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്നത്. സർട്ടൻ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെയാണ് കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. Then non-cumulative preference shares. Non-cumulative preference shares is just opposite of cumulative preference shares. The arrears of dividend is not forwarded to the next year. Here, preference shareholders can get in proportion of a dividend only getting dividend in that year itself. അതായത് ഓൺലി ആ ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ളൂ, അതായത് ആ ഒരു എമൗണ്ട് കിട്ടുന്നുള്ളൂ.
അല്ലെങ്കിൽ അതിൻ്റെ അരിയേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അടുത്ത വർഷത്തിലേക്കോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് ഒരിക്കലും മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ്. ആ ക്ലെയിം ചെയ്യില്ല, ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അടുത്ത വർഷത്തിലേക്ക് മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ participating preference share. Participating preference shares means they participate in the surplus profit or surplus asset in addition to their preferential dividend. We already mentioned preference shareholders get a preferential right in the payment of dividend and repayment of capital at the time of winding up of the company, and after enjoying the certain percentage of dividend in this year, if there is any sufficient subsequent dividend in that year, they should try to enjoy that profit. So that term is known as participating preference share. അതായത് ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അവർക്ക് ആ വർഷം കിട്ടി. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും എന്ത് ചെയ്തു, പ്രപ്പോർഷൻ കൊടുത്തു കഴിഞ്ഞു. അതിന് പുറമെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എൻജോയ് ചെയ്യാനുള്ള, അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അവൈലബിലിറ്റി കിട്ടാനുള്ള സാധ്യത ഉള്ള ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ആക്ച്വലി എന്ത് വിളിക്കുക, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുക. ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഡീഷണൽ ആയിട്ടുള്ള സർപ്ലസ് പ്രോഫിറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് എത്ര പ്രപ്പോർഷനാണോ ഡിവിഡൻഡ് അവർ പറഞ്ഞിരിക്കുന്നത്, ആ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, ആ ഒരു പ്രപ്പോർഷൻ കിട്ടും. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രപ്പോർഷൻ ഓഫ് ഡിവിഡൻഡ് കിട്ടുന്നില്ല. ദെൻ non-participating preference shares, then convertible preference share. Convertible preference shares can be converted into equity shares within a certain period. After completing a certain period, a preference shareholder can convert its shares into equity shareholders. Equity shares. A preference shareholder can convert preference shares into equity shares. There are certain time period limit is there, but he can convert the shares into equity shares. Then non-convertible preference shares. The preference shareholders cannot convert its shares into equity shares. Then redeemable preference share. Redeem means repayable. Redeem means repayable and repayable by the company within a period of 20 years from the date of their issue. ഇഷ്യൂ ചെയ്ത് 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രിഫറൻസ് ഷെയർക്ക് എന്തെങ്കിലും റീപേ ചെയ്യാൻ പറ്റും. It may be noted that only fully paid up shares are eligible for redemption. Further, the redemption must be authorized by the articles. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷന് റീപേ ചെയ്യാൻ പറ്റുമോ, കമ്പനിക്ക് തന്നെ റീപേ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൻ്റെ കണ്ടീഷൻസ് എന്നൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ള ബേസിക് ഡോക്യുമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദെൻ ഇർറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. Redeemable preference shares എന്ന് പറഞ്ഞാൽ preference shares which are repayable only at the time of winding up of the company. ഒരു ഷെയർ ഹോൾഡർ ഒരു പ്രിഫറൻസ് ഷെയർ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ഇത് എടുക്കാൻ പറ്റും. ആ കമ്പനിക്ക് ഷെയർ ഹോൾഡർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാം. ദെൻ ഇത്രയാണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, താങ്ക് യു.